പാതിവില തട്ടിപ്പിൽ മലപ്പുറം പൊന്നാനി മാറഞ്ചേരിയിലും പരാതികൾ ഉയരുന്നു. മാറഞ്ചേരി പഞ്ചായത്ത് മെമ്പർ കൂടിയായ ബക്കറുടെ നേതൃത്വത്തിലുള്ള ഹരിയാലി ഫൗണ്ടേഷനെതിരെയാണ് ആക്ഷേപങ്ങൾ ഉയരുന്നത്. പകുതി വിലയ്ക്ക് AC, ലാപ്ടോപ്പ്, സ്കൂട്ടർ, ഗൃഹോപകരണങ്ങൾ തുടങ്ങിയവ ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. ബക്കർ ചെയർമാനായിട്ടുള്ള ഹരിയാലി ഫൗണ്ടേഷൻ 2 ഘട്ടങ്ങളിലായി നിരവധി പേർക്ക് തയ്യൽ മെഷീനും സ്കൂട്ടറുകളും ഗൃഹോപകരണങ്ങളും എല്ലാം നൽകിയിരുന്നു. ഇതുകൂടി കണ്ടതോടെയാണ് കൂടുതൽ ആളുകൾ പണം നൽകാൻ തയ്യാറായത്. 100-ലേറെ പേർക്ക് സാധനങ്ങൾ ലഭിക്കാനുണ്ട്. 3 കോടിയോളം രൂപയുടെ സാധനങ്ങളാണ് ഇനി മേഖലയിൽ നൽകാനുള്ളത്. ഈ ഒരു തട്ടിപ്പിന്റെ വാർത്തകൾ മുഖ്യധാര മാധ്യമങ്ങളിൽ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയ 16-ാം വാർഡിലെ മെമ്പറായിട്ടുള്ള അഡ്വക്കേറ്റ് കെ ബക്കർ അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനോട് ഞാൻ ആ സമയത്ത് ചോദിച്ചതാണ് ഈ തട്ടിപ്പ്, അതായത് അനന്തകൃഷ്ണൻ എന്ന വ്യക്തിയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്, ഇതുമായിട്ട് ഹരിയാലി ഫൗണ്ടേഷൻ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇല്ല, ഈ നിലവിലെ കേൾക്കുന്ന വാർത്തകളുമായിട്ട് ഈ ഒരു പദ്ധതിയുമായിട്ട് ബന്ധമില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വൈഫാണ് ഒരു AC-യും അതുപോലെ തന്നെ ഒരു ഫാനും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അവസാന, അതായത് ആ ഒരു പദ്ധതിക്ക് നമുക്ക് വേണ്ട സാധനത്തിനുള്ള ഫണ്ട് നമ്മൾ കൈമാറിയത് ഒരു നിർബന്ധപൂർവ്വം ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ പൈസ അടച്ചിട്ടില്ലെങ്കിൽ ഇത് ലഭിക്കില്ല എന്നുള്ള ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് പൈസ അടയ്ക്കാനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം. പിന്നീട് അദ്ദേഹം തന്നെ, അതായത് വാർഡ് മെമ്പർ, ഈ ഹരിയാലി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ വാർഡ് മെമ്പർ തന്നെ അദ്ദേഹം ഇതിൻ്റെ 1-2 വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, അവിടെ വന്നിട്ട് അദ്ദേഹം പറയുകയുണ്ടായി, ഇപ്പോൾ കേൾക്കുന്ന വാർത്ത, അതായത് ഈ അനന്തകൃഷ്ണൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളതുകൊണ്ട്, അനന്തകൃഷ്ണനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കൊടുത്ത ഫണ്ടോ അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഗൃഹോപകരണങ്ങളോ കിട്ടാനുള്ള കാലതാമസം എടുക്കും എന്നുള്ളതാണ്. പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ 20ഓളം പരാതി നൽകിയിട്ടുണ്ട്. ഹരിയാലി ഫൗണ്ടേഷനെതിരെയാണ് പരാതികൾ. ഇതിനു പുറമെ ബക്കർ നൽകിയ പരാതിയിൽ അനന്തകൃഷ്ണനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. തട്ടിപ്പിന്റെ വ്യാപ്തി കൂടുതലായി വെളിവാക്കപ്പെടുന്ന സാഹചര്യത്തിൽ കൂടുതൽ പേർ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുമെന്ന് ഉറപ്പാണ്. ഈ ചാനൽ പൊന്നാനി. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.